ഇതെന്ത് സാധനമാണെന്നറിയോ? മത്തങ്ങയൊന്നും അല്ല കേട്ടോ. ഇത് കജാരി മെലൺ ആണ്. ഈ ഒരു മെലണിനെ ഡൽഹി മെലൺ എന്നും പറയൂ കേട്ടോ. ഇത് മസ്ക് മെലന്റെ ഒരു വെറൈറ്റി ആണ്. ഇതൊരു ഇന്ത്യൻ മെലൺ ആണ് കേട്ടോ. പഞ്ചാബിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അത് മുഴുവനും പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അടിഭാഗത്ത് മാത്രം ഓറഞ്ച് കളർ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഡാർക്ക് ഗ്രീൻ കളറിൽ കാണുന്നില്ലേ, ആ പോർഷനൊക്കെ നല്ല ഓറഞ്ച് കളറും ആ സ്ട്രൈപ്സ് ഇല്ലേ അത് ക്രീം കളറും ആകും. ഈ മെലൺ ഞാൻ ആദ്യമായിട്ടല്ല വളർത്തുന്നത്. കഴിഞ്ഞ വർഷവും ഞാൻ ഇത് വളർത്തിയിട്ടുണ്ട്. ഇതിന്റെ ഫുൾ വീഡിയോയും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഇതൊരു സ്ലിപ്പ് മെലൺ ആണ്. അതായത് പഴുത്ത് കഴിയുമ്പോൾ തനിയെ ഇതിന്റെ തണ്ടിൽ നിന്നും വിട്ട് താഴേക്ക് വീഴും. അങ്ങനെ വീണു പോവാതിരിക്കാൻ വേണ്ടി ഞാൻ തൊട്ടിൽ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ചെന്ന് നോക്കിയപ്പോൾ തണ്ടിൽ നിന്നും വിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. എല്ലാ മെലൺസും പഴുക്കാറായി എന്നറിയുമ്പോൾ തന്നെ ഞാൻ ഇതുപോലെ തൊട്ടിലൊക്കെ കെട്ടിക്കൊടുക്കും കേട്ടോ. നമ്മള് 1-2 ചെടി മാത്രമേ ഗ്രോ ബാഗിൽ വളർത്തുന്നുള്ളല്ലോ. അപ്പോൾ താഴെ വീണ് ചീത്തായി പോകരുതല്ലോ. ഉള്ള കായ നശിഞ്ഞു പോയാൽ നമുക്കത് വിഷമാവില്ലേ. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ തൊട്ടിൽ എപ്പോഴും കെട്ടിക്കൊടുക്കാറുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒറിജിനേറ്റ് ചെയ്ത ഒരു മെലൺ ആണ്. ഇതൊരു ഹെയർലൂം വെറൈറ്റി ആണ്. ഹെയർലൂം വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഇതിന്റെ വിത്തുകൾ വാങ്ങിച്ചാൽ മതിയാവും. പിന്നെ നമുക്ക് കായകൾ ഉണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്നുള്ള വിത്തുകൾ എടുത്ത് കഴുകി ഉണക്കി സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യവും അത് നട്ട് വളർത്തിയാൽ മതിയാകും. എനിക്കിതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ എന്താ ഭംഗിയെന്ന് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഡാർക്ക് ഗ്രീൻ കളറിൽ ഇരുന്നൊക്കെ ഓറഞ്ച് ഷെയ്ഡിലും ആ സ്ട്രൈപ്സ് മുഴുവൻ ക്രീം കളറിലും ആയിട്ടുണ്ട്. ഇതിങ്ങനെ പഴുത്ത് നിൽക്കുന്നതുകൊണ്ട് ഗാർഡൻ ഫുള്ള് നല്ല ഫ്രൂട്ടി സ്മെല്ലായിരുന്നു. ഈ കജാരി മെലണൊന്നും ഞാൻ മാർക്കറ്റിലോ ഫ്രൂട്ട് സ്റ്റോൾസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ലുലു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മെലൺ കണ്ടിട്ടോ കഴിച്ചിട്ടോ അല്ലെങ്കിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.